RCBയുടെ IPL വിജയ ആഘോഷത്തിനിടെയുണ്ടായ ദുരന്തത്തിൽ കർശന നടപടിയുമായി കർണാടക സർക്കാർ. സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് പുറമെ CID പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ RCB മാനേജ്മെന്റിന്റെയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെയും പ്രതിനിധികളെ അറസ്റ്റ് ചെയ്യാനും ഉത്തരവായിരിക്കുന്നു. KB ശ്രീധരൻ ബംഗളൂരുവിൽ നിന്ന് ചേരുകയാണ്. ശ്രീധരൻ, 3 തലത്തിലായിട്ടാണോ ഇപ്പോൾ ഇനി അന്വേഷണം നടക്കാൻ പോവുക? ഒപ്പം ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഏതൊക്കെ തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയാണ്? എന്താണ് സർക്കാർ നീക്കുന്നത്? അക്ഷയ്, ഏറ്റവും പ്രധാനം പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നത് ജുഡീഷ്യൽ അന്വേഷണം ഈ സംഭവത്തിൽ വേണം, ദുരന്തത്തിൽ വേണം എന്നുള്ളതാണ്. ഏതായാലും ഏകാംഗ കമ്മീഷനെ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചു. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള മൈക്കിൾ ഡി കുഞ്ഞിയാണ് ഇനി ഈ സംഭവം അന്വേഷിക്കുക. ഇതോടൊപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച മജിസ്ട്രേറ്റ് തലത്തിലുള്ള അന്വേഷണം, അത് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ കബൺ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR പ്രകാരമുള്ള അന്വേഷണം CIDയും നടത്തും. ഇങ്ങനെ ത്രിതല ആയിട്ടുള്ള അന്വേഷണമാണ് നടക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖം നോക്കാതെ ഈ വിഷയത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അല്പസമയം മുൻപ് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം പറഞ്ഞത്. ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ, അതായത് ബംഗളൂരു നഗരത്തിന്റെ മൊത്തം ചുമതലയുള്ള ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. B. ദയാനന്ദ IPS ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്നു. അതുപോലെ തന്നെ ബന്ധപ്പെട്ട സ്ഥലത്തെ ACP ആയിട്ടുള്ള ഈസ്റ്റ് ACP N. സതീഷ് കുമാർ, ഡെപ്യൂട്ടി DCP സെൻട്രൽ DCP രമേശ് ബാനോത്ത്, അതുപോലെ തന്നെ കബൺ പാർക്കിലെ CI, ഇങ്ങനെ നിരവധി ഉദ്യോഗസ്ഥരെ, ഉയർന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം തന്നെ സസ്പെൻഷൻ നടപടി കൂടി ഉണ്ടായിരിക്കുന്നു. അങ്ങനെ ഇത് പോലീസിന് മേൽ വലിയ വീഴ്ച ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരു വാദത്തിന് ബലം നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് DK ശിവകുമാർ പോലീസിനെ ബലിയാടാക്കില്ല, പോലീസിനെ കുറ്റപ്പെടുത്തില്ല എന്ന് പറഞ്ഞ ആ പ്രതികരണം നിലനിൽക്കുമ്പോഴാണ് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ക്യാബിനറ്റ് യോഗത്തിൽ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇതിൽ സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്, RCB മാനേജ്മെന്റ് പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഈ അവസരത്തിലാണ് ഈ നടപടി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് അക്ഷയ, അതായത് ഈ വേണ്ടി വന്നാൽ ഈ RCB ആളുടെ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനി, കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ, ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ആളുകളെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൂടി, ആവശ്യമെങ്കിൽ അറസ്റ്റിലേക്ക് കടക്കാനുള്ള നിർദ്ദേശം കൂടി ക്യാബിനറ്റ് യോഗം നൽകിയിട്ടുണ്ട്. ശരി, അതാണ് ശ്രീധരൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഒരു അപകടം ഉണ്ടായി തൊട്ടു പിന്നാലെ തന്നെ DK ശിവകുമാർ സൂചിപ്പിച്ചൊരു കാര്യം, പോലീസിന് ഇതിൽ ഒരു കുറ്റവും പറയാനില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ്.